മോളെ? അതെ, ഇന്ന് ഞാനും ഇന്നുമോളും കൂടെ ഒരു ഉത്സവത്തിന് പോവുകയാണ്. ഉത്സവമായിട്ടില്ല, കൊടിയേറിയിട്ടേ ഉള്ളൂ. ഉത്സവത്തിന് അന്ന് പോയി ഭഗവാനെ കണ്ട് തൊഴാന്ന് വിചാരിച്ചാൽ അതൊരു ടാസ്ക് ആയിരിക്കും. അപ്പൊ അതിനു മുമ്പേ പോയി വരവ് വെച്ചേക്കെന്ന് കരുതി ഞങ്ങൾ പോയത് വീടിനടുത്തുള്ള ആനയുടെ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ഇവിടുത്തെ ഉത്സവം ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഉത്സവത്തിന്റെ അന്ന് 90-ലധികം ആനകളുണ്ടാവും എഴുന്നള്ളിപ്പിനായിട്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ പേരിൽ എല്ലാ കൊല്ലവും അദ്ദേഹത്തിന്റെ ഫാൻസ് ഇവിടെ ആനയെ നേർച്ചയായിട്ട് എഴുന്നള്ളിക്കാറുണ്ട്. ഉത്സവത്തിന്റെ അന്ന് ഇവിടെ സൂചി കുത്താൻ പോലും സ്ഥലം ഉണ്ടാവില്ല. ആനകളും ആൾക്കാരും മേളക്കാരും കച്ചവടക്കാരുമായിട്ട് മൊത്തത്തിലൊരു പൂരപ്പറമ്പ് തന്നെ ആയിരിക്കും. ഞാനും ഇന്നും എന്തായാലും ഭഗവാനെയും കണ്ട് പ്രാരാധങ്ങളും പറഞ്ഞ് വെളിയിലിറങ്ങിയപ്പോൾ ദാ നിൽക്കുന്നു നമ്മുടെ ഷോ സ്റ്റീലർ. ഇത് ആനയുടെ അപ്പു. അപ്പുവിനെ ഒരുക്കി നിന്ന് കണ്ട് നേരം പോയത് ഞങ്ങൾ അറിഞ്ഞതേയില്ല. അത് കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പോഴോ അതെന്തായാലും നല്ല രസികനൊരു ചാക്യാർകൂത്ത് തന്നെയായിരുന്നു അല്ലേ. അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഉത്സവ പറമ്പിലെ കടകളെല്ലാം കയറി ഇറങ്ങാൻ തുടങ്ങി. അവസാനം ഞങ്ങൾ ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ തന്നെ എത്തി. എവിടെയാണെന്നല്ലേ? പാനിപ്പൂരി സ്റ്റോളിൽ. ഒരു സെറ്റ് പാനിപ്പൂരിയും തട്ടി ഇന്നൊരു ജ്യൂസും വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങൾ നേരെ പോയത് എൻ്റെ ഫേവറേറ്റ് സ്പോട്ടിലോട്ടാണ്. അത് കമലിൻ്റെ അടുത്തോട്ട്. എത്ര കമൽ വാങ്ങിച്ചു കൊടുത്താലും എനിക്ക് മതിയാവാറില്ല, അത്രയ്ക്ക് ഭ്രാന്താണ്. എന്തായാലും ഇവിടുന്ന് ഞാനൊരു 4 എടുത്ത് അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അമ്പലക്കുളത്തിൻ്റെ അടുത്തോട്ടാണ്. അവിടെ കുറച്ച് വിളക്കൊക്കെ ഉണ്ടെന്ന് കേട്ടു. പ്രത്യേകം വീട്ടിൽ നിന്ന് വിളിയൊന്നും കേട്ടോ, നേരെ ഇട്ടായി വരുന്നില്ലെന്ന്. എങ്കിൽ പിന്നെ ഞങ്ങളുടെ ഒരു പുഞ്ചിരി വീഡിയോ കൂടെ എടുത്തിട്ട് പോകാമെന്ന് കരുതി. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.